ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ ചീരക്ക് അരി കെട്ടാതിരിക്കാൻ ദീർഘകാലം അരി കെട്ടാതെ വിളവെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന രീതിയാണ്. ഇങ്ങനെ ചെയ്താലേ അരി കെട്ടൂല. നമുക്ക് കൂടുതൽ കാലം നല്ല ചീര ഉപയോഗിക്കാം, അരിയൊന്നും ഇല്ലാണ്ട് മൂപ്പത്താതെ ചീര. അതിനു വേണ്ടി ഞാൻ ചെയ്യുന്ന രീതി ഇതുപോലെ കുറച്ച് വലിയ ചീരേൻ്റെ എല്ലാം മേൽഭാഗത്തുനിന്ന് മുറിച്ചെടുക്കും. ഒരു 10-15 സെൻറ്റിമീറ്റർ വെച്ചിട്ട് അതിൻ്റെ വിലയിൽ നിന്ന് മുറിച്ചെടുത്താൽ മതി. തണ്ടുന്ന് എന്നാലും 3-4 ചാകകൾ വരുമല്ലോ. അത് തന്നെ ഇതെല്ലാം മുറിച്ചെടുക്കാം. ഞാൻ അതുപോലെ ഒരു 1/2 കിലോ വരെ മുറിച്ചെടുത്തിട്ടുണ്ട്. ചീര മുറിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇന്ന് ചെയ്യുന്ന വളപ്രയോഗം എന്ന് വെച്ചാൽ, ഇന്നലെ തെയ്യം കാണാൻ പോയിട്ട് വരുമ്പോൾ ഞങ്ങളെ ബന്ധുക്കളെ വീട്ടിൽ നിന്ന് കുറച്ച് ചാണകം കൊണ്ടുവന്ന് അപ്പോൾ തന്നെ കലക്കി വെച്ചു. അത് ഇന്നലത്തെ കുറച്ച് കഞ്ഞീൻ്റെ വെള്ളവും രാവിലെ വെച്ച ചായേൻ്റെ ഇതെല്ലാം കഴുകിയിട്ട് വെച്ച വെള്ളമാണ് ഇത് രണ്ടും കൂടി ഇന്നലെ കലക്കി വെച്ച ചാണകം ഇത് ഒന്നിച്ച് കുറച്ച് ചാണകം കലക്കി വെച്ചിട്ടുള്ളൂ, ഒരു 2 പിടി പോരെ. ഇനി ഇത് നന്നായിട്ട് നേർപ്പിക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. ഇത്രയും മതി. നേരത്തെ വെള്ളം ഒഴിക്കുമല്ലോ, അപ്പോൾ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. നേർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചീരയുടെ തടത്തിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ അടന്നു ഇവിടുന്ന് കുറച്ച് ചീരയെ മുറിച്ചെടുത്തിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് ചീരയൊന്നും മുറിച്ചെടുത്തിട്ടില്ല. ഇത് ഞാൻ അന്ന് മാറ്റി നട്ട ചീരയാണ്. എന്നാൽ ഇവിടുന്നെല്ലാം എന്താ ഇപ്പം മുറിച്ചെടുത്തിന്. അടുപ്പിച്ച് മുറിച്ചെടുത്തിട്ടില്ല. ഇതെല്ലാം മുറിച്ചെടുത്ത ഇത് ഭാഗ്യ സ്ഥലത്തുള്ളതാണ്. ഒരു ചീര മാത്രം മുറിക്കാതെ വെച്ചിന്. അതിപ്പോൾ എന്നെക്കാളും ഉയരമുണ്ട്. ഒരു 170 സെൻറ്റിമീറ്ററോളം ഉയരം വന്നിട്ടുണ്ട്. കണ്ട, ഒരു നല്ല മെരട് മാത്രം. ഞാൻ ഒരാഴ്ച മുമ്പ് മാറ്റി നട്ട ചീരയാണ്. നമുക്കിതിനെല്ലാം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു 3 ദിവസം നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ചാൽ പോരാ, നമ്മൾ വളരുന്നതിനനുസരിച്ച് മുറിച്ചെടുത്തുകൊണ്ടേ ഇരിക്കണം. എന്നാലേ അരി കെട്ടാണ്ട് വെക്കൂ. മുറിച്ചെടുക്കാണ്ട് വെച്ചാൽ വേഗം വളർന്ന് അരി കെട്ടും. മുറിച്ചെടുത്തുകൊണ്ട് നിന്നാൽ ഉപശാഖയെല്ലാമായിട്ട് സ്ഥിരം ചീര ഉപയോഗിക്കുക. വേറെ മാറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പാകിക്കൊണ്ട് നിൽക്കൊന്നും വേണ്ട. ഇതന്നെ നമ്മൾ നന്നായിട്ടിങ്ങനെ കുറച്ച് വളക്കുറവ് കാണുമ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മുറിച്ച് എടുത്തുകൊണ്ടിരിക്കണം. എടുത്തുകൊണ്ടിരുന്നില്ലെങ്കിൽ വലുതായി ആദ്യം ഒന്ന് കാണിച്ച് അതേ രീതിയിലായിപ്പോൾ. ഞാൻ എല്ലാത്തിനും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടെ. ഇനി നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കണേ. പണ്ട് ഒരു ഇത് പറയും, ചീരത്തടത്തുനിന്ന് തവള തുള്ളണം എന്ന് പറയും. അത്രയും വെള്ളം വേണം ചീരക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിപ്പം വെള്ളയിൽ നിൽക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ വൈകുന്നേരം ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഈ വേനൽക്കാലം എല്ലാ ദിവസവും ഒഴിച്ച് കൊടുക്കണം നന്നായിട്ട്. എന്നാൽ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാം. അരി കെട്ടാതെ ചീര ഉപയോഗിക്കാം. മുറിച്ചെടുത്തുകൊണ്ടേ ഇരിക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. കൃഷി ചെയ്യുന്നേ ഇങ്ങനെ ചെയ്ത് നമുക്ക് ഞങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യം വരില്ല. ചെറിയൊരു സമയം മാറ്റി വെച്ചാൽ മതി. അടുക്കളയിലെ വേസ്റ്റ് എന്ത് ചെയ്താലും നമ്മൾ കളയുന്നതല്ലേ, അതൊന്ന് ശേഖരിച്ച് വെച്ച്. ഞാനിന്നലെ ഇപ്പം പോയാലും പച്ചച്ചാണകം കിട്ടിയതുകൊണ്ട് കുറച്ച് കൊണ്ടുവന്ന് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ കഞ്ഞിവെള്ളമോ അങ്ങനെ തന്നെ എല്ലാം ഉപയോഗിക്കുക. വളം കിട്ടുന്നതൊക്കെ വാങ്ങിയിട്ട് ഉപയോഗിക്കാം. അപ്പം താല്പര്യമുള്ളാക്കും. ഞാൻ പിന്നെ ഒന്നും വാങ്ങാൻ അങ്ങനെ പോലുമില്ല, പറയലുമില്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഉപയോഗിക്കും. അത്രയും നടലുമില്ല, കുറച്ച്